ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാരുടെ തലവര തെളിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ധനനേട്ടങ്ങളാണ്. സൗഭാഗ്യങ്ങളെല്ലാം അലയടിച്ചെത്തുന്ന രാശിക്കാരാണ് നിങ്ങൾ. 2024 മെയ് 19 മുതൽ മെയ് 25 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. ജനന സമയം, സ്ഥലം, അങ്ങനെ പലതിനെയും അടിസ്ഥാനപ്പെടുത്തി ഓരോ വ്യക്തിയുടെയും ജന്മകാല ഗ്രഹനില, യോഗങ്ങൾ, ദശാപഹാരങ്ങൾ എന്നിവ വ്യത്യസ്തമായിരിക്കും. ആയതിനാൽ ഈ പൊതുപ്രവചനം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. ജന്മഗ്രഹനിലയനുസരിച്ച് കൂടുതൽ കൃത്യമായ ജാതക വിശകലനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയങ്ങളും മോശ സമയങ്ങളും നിർണ്ണയിക്കുവാൻ സാധിക്കും. നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ മികച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും മോശം സമയം അതിജീവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പൊതുപരിഹാരങ്ങൾ നടത്തുന്നതിനേക്കാൾ നല്ലത് അവരവരുടെ ജാതക നിർണയം നടത്തി രാശിക്ക് അനുസരിച്ച് പരിഹാരങ്ങൾ നടത്തുന്നതായിരിക്കും ഉചിതം. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വളരെയധികം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തിനെ കണ്ടുമുട്ടുവാനുള്ള അവസരം ലഭിക്കും. അവരുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും. കോടതി വ്യവഹാരങ്ങളിൽ അന്തിമ വിധി നിങ്ങൾക്ക് അനുകൂലമായി തീരും. നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായി സന്തോഷിക്കാം. തൊഴിൽപരമായി വിജയം കൈവരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും കഴിവുകൾക്കും അംഗീകാരം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവരെ സൂക്ഷിക്കുകയും അവരുടെ കുതന്ത്രങ്ങൾ നേരിടാൻ തയ്യാറാകുകയും ചെയ്യുക. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടെ ചില അസുഖങ്ങൾ അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഭക്ഷ്യബാധ, വയറുവേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും പുതിയതും പരിചയമല്ലാത്തതുമായ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. ദീർഘദൂര യാത്രയ്ക്കും സാധ്യതയുണ്ട്. യാത്ര ചെയ്യുകയാണെങ്കിൽ ജാഗ്രതയോടെ യാത്ര ചെയ്യുകയും നിങ്ങളുടെ വസ്തുക്കൾ സൂക്ഷിക്കുകയും ചെയ്യുക. ചില സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടുകയും ചെയ്യും. നിക്ഷേപം നടത്തുന്നതിനുള്ള അവസരം ലഭിക്കും. ഈ അവസരങ്ങൾക്കായി ശരിയായി ഉപയോഗിക്കുകയും ചെയ്യുക. ഈ വാരം ചില മാനസിക വിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളാണ് ഇനി വന്നു ചേരുന്നത്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, വെള്ളിയാഴ്ച, തിങ്കളാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി. ഈ വാരം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. വാരത്തിൻ്റെ തുടക്കത്തിൽ ചില യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ട അവസ്ഥയും നിങ്ങൾക്ക് വന്നു ചേരും. പ്രിയപ്പെട്ടവരിൽ നിന്നുമുള്ള ഈ ഒരു അകൽച്ച കാരണം നഷ്ടബോധത്തിന് കാരണമായേക്കുമെങ്കിലും ഈ സാഹചര്യം താൽക്കാലികമാണെന്നും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകുമെന്നും ഓർക്കുക. വാരം മധ്യത്തോടുകൂടി കാര്യങ്ങൾ അനുകൂലമായി മാറുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഐക്യവും വന്നു ചേരും. പങ്കാളിയുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുകയും ബന്ധം കൂടുതൽ ദൃഢമാകുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും കഴിയുന്നത് മൂലം നിങ്ങളുടെ മനസ്സിന് വളരെയധികം ആശ്വാസം പകരും. രോഗശാന്തിയും സാമ്പത്തിക ഉന്നതിയും നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. രുചികരമായ ഭക്ഷണം, പ്രിയപ്പെട്ടവരുമായുള്ള സന്തോഷകരമായ നിമിഷങ്ങളും ഈ വാരത്തിൽ വന്നു ചേരും. പ്രണയ കാര്യങ്ങളിൽ വളരെയധികം വിജയം കൈവരിക്കുവാനും
പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുവാനും സാധ്യതയുണ്ട്. ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ലാഭം വന്നുചേരും. അപ്രതീക്ഷിത നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾക്ക് അനുയോജ്യമായ ജോലി ലഭിക്കുന്നതാണ്. ഈ വാരം ചില നല്ല സാധ്യതകൾ വന്നുചേരും. അവ ശരിയായി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ചില സാമ്പത്തിക നേട്ടങ്ങളും വന്നുചേരും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നതാണ്. പണം നിക്ഷേപം നടത്തുവാനുള്ള അവസരം വന്നുചേരും. ഈ അവസരങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തുന്നത് മൂലം വളരെയധികം ധന നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ യഥാക്രമം തിങ്കളാഴ്ച, ഞായറാഴ്ച, ചൊവ്വാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ. ഈ ആഴ്ചയിൽ കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധുക്കളുമായുള്ള ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ അനുഭവപ്പെടും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് വളരുന്നതാണ്. ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി ഇടപെടുന്നത് മൂലം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഉറക്കമില്ലായ്മയും അസ്വസ്ഥതയും സ്വപ്നങ്ങളും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം അലട്ടും. ഇത് പകൽ സമയങ്ങളിൽ വളരെയധികം ക്ഷീണവും അസ്വസ്ഥതയും ഉണ്ടാക്കും. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകിച്ച് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ഈ ആഴ്ചയുടെ അവസാനത്തോടെ കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുവാൻ തുടങ്ങുന്നതാണ്. ഈ പ്രശ്നങ്ങൾ മാഞ്ഞു പോകുകയും സമാധാനവും സന്തോഷവും അനുഭവപ്പെടുവാൻ തുടങ്ങുകയും ചെയ്യും. ആരോഗ്യം മെച്ചപ്പെടുകയും നിങ്ങളുടെ ദാമ്പത്യത്തിൽ കൂടുതൽ ഐക്യവും ഊഷ്മളതയും അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. ചില അപ്രതീക്ഷിത ഭാഗ്യ അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. കുടുംബത്തിൽ ആഘോഷങ്ങൾക്കും സന്തോഷത്തിനും വഴിയൊരുക്കുന്ന മംഗളകരമായ ചടങ്ങുകൾ നടക്കും. ഈ സമയത്ത് വാക്കുകൾ ശ്രദ്ധിക്കുകയും പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ ക്ഷമയോടെ കേൾക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഉറക്കത്തിന് മുൻഗണന നൽകുക. ആരോഗ്യപരമായ ഭക്ഷണക്രമം പിന്തുടരുക. ദുസ്വപ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അവയെ അവഗണിക്കാതെ ഒരു മുന്നറിയിപ്പായി കണക്കാക്കുകയും ചെയ്യേണ്ടതാണ്. മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്നതും ധാര നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഹോമമോ നടത്തുന്നതും ഒക്കെ ദുസ്വപ്നങ്ങൾക്ക് പരിഹാരമായി കരുതാം. എങ്കിലും കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും ഉചിതം. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽ, പൂയം ആയില്യം. ഈ വരുന്ന വാരം ജീവിതത്തിൽ ചില വൈകാരിക വെല്ലുവിളികൾ ഉയർന്നു വന്നേക്കാം. ക്ഷമയും ധൈര്യവും പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും. എന്നാൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആവശ്യമായ ശക്തിയും ചിന്താശേഷിയും ഒപ്പമുണ്ട്. ഈ വാരം ശയനസുഖം വർദ്ധിക്കും. നല്ല ഉറക്കം ലഭിക്കുകയും ഊർജം വീണ്ടെടുക്കുകയും ചെയ്യും. കുടുംബപരമായ ചില വിവാദങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അല്ലെങ്കിൽ മക്കൾ തമ്മിലോ ചില തർക്കങ്ങൾ ഉടലെടുക്കാം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്ഷമയും വിവേകവും കാണിക്കേണ്ടതുണ്ട്. മാതാവിനോ ബന്ധുജനങ്ങൾക്കോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അരിഷ്ടതകളോ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അവരെക്കുറിച്ച് വളരെയധികം ആശങ്കയും വന്നുചേരും. എന്നാൽ ദൈവാനുഗ്രഹത്താൽ അവർക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. ഈ വാരം ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കരിയറിൽ പുരോഗതി വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ജോലിയിൽ കൂടുതൽ സംതൃപ്തി ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നുവരും. ഈ വാരം ആരോഗ്യം നന്നായിരിക്കും. നല്ല ഊർജവും ഉത്സാഹവും അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ ആരോഗ്യം നിലനിർത്താൻ ആവശ്യകരമായ ഭക്ഷണം ശീലിക്കേണ്ടതുണ്ട്. ഈ വാരം ജീവിതത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിക്കുവാനുള്ള കഴിവ് വന്നുചേരുന്നതാണ്. ക്ഷമയും ധൈര്യവും കൈവിടാതെ
ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ യഥാക്രമം വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ വാരം വളരെയധികം സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കുടുംബപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചിലപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയിലെ മാറ്റങ്ങളും അലട്ടിയേക്കാം. എന്നാൽ ആഴത്തിലുള്ള സംഭാഷണത്തിലൂടെ പരസ്പര ധാരണയിലൂടെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. ഈ വെല്ലുവിളികളെ ക്ഷമയോടെയും സമചിത്തതയോടും കൂടി നേരിടുവാൻ ശ്രമിക്കുക. അതേസമയം തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ചകളും അംഗീകാരവും ലഭിക്കുന്നതാണ്. കഠിനാധ്വാനത്തിന്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. നീണ്ട കാലം കാത്തിരുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും ധനപരമായ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്വപ്നതുല്യമായ അവസരങ്ങൾ കൈവരും. എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി ഓരോ ചുവടിലും ജാഗ്രത പാലിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നുചേരുന്നതാണ്. കൃത്യസമയത്ത് ചികിത്സ നേടുകയും സമ്പൂർണ്ണ ആരോഗ്യത്തിന് ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക. പ്രത്യേകിച്ചും വാഹനം ഓടിക്കുമ്പോൾ കണ്ണിന്റെ സംരക്ഷണത്തിൽ ശ്രദ്ധ വേണം. ഈ വാരം അല്പം വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും കഴിവുകളിൽ ആത്മവിശ്വാസം അർപ്പിക്കുകയും പരീക്ഷണങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്താൽ ഈ വാരത്തിന്റെ അവസാനത്തോടെ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, വെള്ളിയാഴ്ച, തിങ്കളാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി. ഈ വാരം ധാരാളം സന്തോഷങ്ങളും നേട്ടങ്ങളും നൽകുന്നതായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. വളരെ കാലമായി ഉണ്ടായിരുന്ന സാമ്പത്തിക ഞെരുക്കത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയും. വരുമാനത്തിന് പുതിയ വഴികൾ തേടുകയും ചെയ്യുക. നീണ്ടകാലം ബുദ്ധിമുട്ടിച്ചിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരം കാണുവാൻ ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശാരീരികമായ പ്രശ്നങ്ങൾ കുറയുകയും ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. കൃഷി, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ വാരം മികച്ചമായ ഫലം ലഭിക്കുന്നതാണ്. അവർ നേടിയെടുക്കുന്ന ഉൽപ്പാദനത്തിൽ ഗുണമേന്മയും വളർച്ചയും പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം കൃഷി സംബന്ധമായ പുതിയ അവസരങ്ങളും മുന്നിലെത്തും. കലാകാരന്മാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഈ ആഴ്ച ശ്രേഷ്ഠമായ ഒരു കാലഘട്ടമാകും. അവർക്ക് പുതിയ അവസരങ്ങൾ, അംഗീകാരം, പേര്, പ്രശസ്തി എന്നിവ നേടുവാൻ സാധിക്കുന്നതാണ്. പ്രദർശനങ്ങൾ, പബ്ലിക്കേഷൻസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ നിന്ന് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുകയും ചെയ്യും. കലാകാരന്മാർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളുടെ കാലമാണ്. നറുക്കെടുപ്പ്, ലോട്ടറി എന്നിവയിൽ വിജയം സുനിശ്ചിതമായിരിക്കും. ഈ മേഖലയിലുള്ളവർക്കും താൽപ്പര്യമുള്ളവർക്കും ഭാഗ്യത്തിന്റെ കടാക്ഷം വന്നുചേരും. നറുക്കെടുപ്പിലും ലോട്ടറികളിലും പങ്കെടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. ഈ ആഴ്ച വളരെയധികം പുരോഗതിയും നേട്ടങ്ങളും നൽകുന്ന കാലമായിരിക്കും. ഉത്രം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ്. അത്തം, ചിത്തിര നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, തിങ്കളാഴ്ച ദിനത്തിൽ തങ്ങളുടെ പക്കപ്പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ. ഈ ആഴ്ചയിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ അമിതമായ ആഡംബരത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യത കുറയ്ക്കുന്നത് നല്ലതാണ്. ധാരാളം ചെലവുകൾ വരികയും സാമ്പത്തിക ഭാരം അനുഭവിക്കപ്പെടുകയും ചെയ്യുന്ന വേളയാണ്. ദീർഘകാലമായി കൊതിച്ചിരുന്ന വിദേശയാത്ര യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു.
ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ മൂലം ആഴ്ചയിൽ തുടക്കത്തിൽ തന്നെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. ചെറിയ പനി, തളർച്ച അല്ലെങ്കിൽ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം വാരം മധ്യത്തോടു കൂടി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം പുരോഗതി കാണുവാൻ സാധിക്കും. ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറി കുറച്ചു കാലമായി നീണ്ടു നിന്നിരുന്ന മടുപ്പും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ അവസരങ്ങൾ വഴി കൂടുതൽ ധനം സമ്പാദിക്കുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. മുൻപ് ചെയ്ത കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും ഈ സമയത്ത് ഫലപ്രാപ്തി കാണുവാൻ സാധിക്കും. ഒരു സംരംഭം തുടങ്ങുന്നതോ നിലവിലുള്ള ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതോ പോലുള്ള നന്മകൾ സംഭവിക്കും. ബുധനും ശുക്രനും സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു. ഒരു വിദേശയാത്ര സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്നു. എന്നാൽ ചൊവ്വ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുറച്ചു വെല്ലുവിളികൾ ഉയർത്തുന്നു. എങ്കിലും ആഴ്ച മധ്യത്തോടെ അത് മാറുകയും ചെയ്യും. ഈ ആഴ്ചയിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. പുതിയ ആളുകളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അവർ നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുവാൻ വളരെയധികം പ്രാധാന്യമുള്ളവരായിരിക്കും. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ യഥാക്രമം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിനത്തിൽ തങ്ങളുടെ പക്കപ്പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ആഴ്ച ധാരാളം നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ കാലമായി അകന്നു നിന്നിരുന്ന ബന്ധുക്കളെ വീണ്ടും കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുവാനും ഒരു വലിയ അവസരം ലഭിക്കുന്നതാണ്. ഈ സംഗമം സന്തോഷവും സംതൃപ്തിയും നിറയ്ക്കുകയും ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. എന്നിരുന്നാലും ഈ ആഴ്ചയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം നിങ്ങളുടെ പേരിന് ദോഷം ചെയ്യുകയും പണനഷ്ടത്തിന് കാരണമാകുകയും ചെയ്യും. അതിനാൽ പുതിയ ആളുകളുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കുകയും നിങ്ങളുടെ വിശ്വാസം അർഹരായവർക്ക് മാത്രം നൽകുകയും ചെയ്യുക. ചില പുതിയ പരിചയങ്ങൾ പോലും വളരെയധികം പ്രശ്നങ്ങൾക്കും പേരുദോഷത്തിനും വഴിയൊരുക്കുന്നതാണ്. ഈ കൂട്ടുകെട്ടുകളിൽ നിന്നും ഉചിതമായി പിന്മാറുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാകുവാൻ സഹായിക്കും. മാനസികാരോഗ്യത്തിന് ഈ ആഴ്ച വളരെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നേരത്തെ ഉണ്ടായിരുന്ന മാനസിക പ്രയാസങ്ങൾക്കായി വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി അനുഭവപ്പെടുന്ന കാലമാണ്. സമർപ്പിതവും കൃത്യവുമായ ചികിത്സാ മാർഗങ്ങളിലൂടെ മാനസികാരോഗ്യത്തിൽ വളരെയധികം പുരോഗതി കൈവരുന്നതാണ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരു ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. ഈ ആഴ്ച അതുല്യമായ വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലഘട്ടമായി മാറുകയും ചെയ്യും. ഇത് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സഹായിക്കുന്നതിനോടൊപ്പം കുടുംബത്തിൽ പുതുജീവിതം നയിക്കുവാനും പ്രചോദനമാകും. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ യഥാക്രമം ബുധനാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിനത്തിൽ തങ്ങളുടെ പക്കപ്പിറന്നാൾ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽ. ഈ വാരം നിങ്ങളുടെ ജീവിതത്തിൽ അതുല്യമായ ഫലങ്ങൾ ലഭിക്കുവാനുള്ള വലിയ സാധ്യതകൾ വന്നുചേരും. പ്രത്യേകിച്ച് സർക്കാർ ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനുള്ള നല്ല സമയമാണ് ഇത്. ദീർഘകാലമായി പ്രതീക്ഷകൾക്കും കഠിനാധ്വാനത്തിനും ഫലപ്രാപ്തി കാണുകയും ജീവിതത്തിൽ ഒരു പുതിയ ഉന്നതിയിലേക്ക് ഉയരുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. കലാമേഖലകളിൽ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വാരം അപ്രതീക്ഷിതമായ അവസരങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. കഴിവുകളും പ്രതിഭകളും തിരിച്ചറിയപ്പെടുകയും സാമ്പത്തികമായ വലിയ ലാഭം കൈവരിക്കുവാനുള്ള അവസരങ്ങൾ ഉദിക്കുകയും ചെയ്യും. പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതിന് ഇത് മികച്ച സമയമായിരിക്കും. ഈ പുതിയ വഴികൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് മാത്രമല്ല, സർഗ്ഗാത്മകതയും കഴിവും പ്രദർശിപ്പിക്കുവാനുള്ള വിലമതിക്കാനാവാത്ത പ്ലാറ്റ്ഫോമിലേക്ക് നയിച്ചേക്കാം. വ്യക്തിഗത ജീവിതത്തിൽ, പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിറഞ്ഞ ഒരു അവസരമായിരിക്കും. ഭാര്യ-ഭർതൃ ഐക്യം വളരെയധികം ദൃഢമാകുകയും ശയനസുഖം ഉൾപ്പെടെ സമാധാനവും സുഖവും അനുഭവപ്പെടുകയും ചെയ്യും.
ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാവുകയും ആത്മാർത്ഥതയിൽ വളരെയധികം വളരുകയും ചെയ്യും. നിത്യജീവിതത്തിലെ എല്ലാ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആകെ പറഞ്ഞാൽ ഈ വാരം കരിയറിൽ, പ്രൊഫഷണൽ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിലെല്ലാം മികച്ച ഫലങ്ങൾ നേടിക്കൊടുക്കും. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ യഥാക്രമം ഞായറാഴ്ച, വെള്ളിയാഴ്ച, തിങ്കളാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ ആഴ്ച നിങ്ങളുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട്. മനകാരകനായ ചന്ദ്രന്റെ തുലാ രാശിയിലേക്കുള്ള സഞ്ചാരം മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ബുദ്ധിശൂന്യതയും അവിവേകവും കാണിക്കാതെ യുക്തിപൂർവം ന്യായമായ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സഫലമാകുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരുന്നത് അനുഭവപ്പെടും. ഹൃദയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി പരിശ്രമിക്കുവാനുള്ള സമയമാണിത്. ഈ ആഴ്ചയിൽ ദൈവാധീനത്താൽ വലിയ അളവിൽ വിശ്വാസം വന്നുചേരും. ചില ശത്രുക്കൾ ശല്യപ്പെടുത്തുവാനും മനസമാധാനം തകർക്കുവാനും ശ്രമിച്ചേക്കാം. മനസ്സിൽ ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും നിഴൽ വീഴ്ത്തുവാൻ ശ്രമിക്കാം. ഇവയെല്ലാം കൊണ്ട് തന്നെ താൽക്കാലികമായി അസ്വസ്ഥതയോ ആശങ്കയോ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അത്ഭുതകരമായ രീതിയിൽ ദൈവസ്വാധീനത്താൽ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് നേരിൽ കാണുവാൻ സാധിക്കും. ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എല്ലാ ശ്രമങ്ങളിലും വിജയത്തിൽ കലാശിക്കുകയും ചെയ്യും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ നിലവിലുള്ളവയിൽ പുരോഗതിയിലേക്ക് കൈവരിക്കുവാനോ അനുകൂലമായ സമയമാണ്. വിവാഹമംഗള കാര്യങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായ സമയമാണ്. അത്തരം ചടങ്ങുകളിലൂടെ സാമ്പത്തിക നേട്ടം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയും അഭിവൃദ്ധിയിലേക്കുള്ള പുതിയ വഴികൾ, അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ യഥാക്രമം തിങ്കളാഴ്ച, ഞായറാഴ്ച, ചൊവ്വാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. ഈ ആഴ്ചയിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയും കരുതലും അത്യാവശ്യമാണ്. ഭക്ഷണശീലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കി വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. അനാരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കോ ആമാശയ രോഗങ്ങൾക്കോ ചികിത്സയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മരുന്ന് മറന്നുപോകുക, മാറിപ്പോവുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാതെ വലിയ ശ്രദ്ധ നൽകേണ്ടതാണ്. നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കാതെ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. എത്രയും പെട്ടെന്ന് രോഗനിർണയം നടത്തി ചികിത്സ തേടുന്നത് സങ്കീർണതകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. ഈ ആഴ്ചയിലെ ആരോഗ്യ കാര്യങ്ങളിൽ അലംഭാവം പാടില്ല. ഈ ആഴ്ചയിൽ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിലും കേസുകളിലും അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നത് വ്യർത്ഥമാണ്. കോടതി നടപടികളിലെ കാലതാമസമോ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളോ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ സാഹചര്യങ്ങൾ മാറി മറിയുവാൻ സാധ്യതയുണ്ട്. അതിനാൽ നിലവിലെ സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ കേസുകളും തർക്കങ്ങളും ആഴ്ചയുടെ അവസാനത്തിലേക്ക് മാറ്റിവെക്കുന്നത് കൂടുതൽ ഗുണകരമായി തീരും. സാമ്പത്തികപരമായി ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കുന്ന ചില നല്ല സൂചനകളുണ്ട്. സർക്കാരിൽ നിന്നുള്ള ചെറിയ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഇവ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുവാൻ സഹായിക്കും. എന്നിരുന്നാലും പൊതുവെ ഒരു മെല്ലപ്പോക്ക് അനുഭവപ്പെടുന്ന ആഴ്ചയാണിത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ ആഴ്ച ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും അധ്യായങ്ങൾ തുറക്കും. ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകുകയും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും ചെയ്യും. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തും.
പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും ചെയ്യും. ധനപരമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കുവാനും അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ച മുന്നോട്ടു പോകുന്തോറും കരുതലോടെ ഇരിക്കേണ്ടതുണ്ട്. ആഴ്ചയുടെ മധ്യത്തോടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. അമിതമായ ക്ഷീണം, ശരീരവേദന അല്ലെങ്കിൽ പഴയ അസുഖങ്ങൾ വീണ്ടും ആക്രമിക്കാം. അതിനാൽ ഭക്ഷണത്തിലും വിശ്രമത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഈ ആഴ്ച അല്പം കരുതൽ വേണം. നിങ്ങളുടെ ഉദാരത മുതലെടുക്കുവാൻ ചിലർ ശ്രമിച്ചേക്കാം. സഹായം ആവശ്യമുള്ളവരെ തിരിച്ചറിയാനും അവരെ സഹായിക്കുവാനുള്ള വിവേകം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ പുതിയ ബിസിനസ് ഇടപാടുകളിലും സാമ്പത്തിക ഇടപാടുകളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നതാണ്, അതിനാൽ ജാഗ്രത പാലിക്കുക. നിയമപരമായ തർക്കങ്ങൾ, കേസുകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നിയമ നടപടികൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഏതൊരു പ്രശ്നവും നേരിടാൻ മാനസികമായും സാമ്പത്തികമായും തയ്യാറായിരിക്കുക. ഈ ആഴ്ച പല വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം വിജയിക്കുന്നതിൽ നിങ്ങളായിരിക്കും. പോരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ യഥാക്രമം വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അനുയോജ്യമായ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.